നമസ്കാരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ മേഖലയിലെ ഓൺലൈൻ സർവീസുകളെ പറ്റി പരിചയപ്പെടുത്തുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലിരുന്ന് ഒരു മൊബൈൽ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ ചെയ്യാൻ കഴിയുന്ന ഗവൺമെന്റിന്റെ ഓൺലൈൻ സർവീസുകളെ പറ്റി മനസ്സിലാക്കി തരുന്ന ഈ ചാനലിലെ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ഗവൺമെന്റ് ഇനിഷ്യേറ്റീവായ ഉമംഗ് എന്ന ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഉമംഗ് എന്ന് വെച്ചാൽ യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവർണൻസ് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പല പല ഓൺലൈൻ സേവനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷനാണ് ഉമംഗ്. ഇത് മൊബൈൽ ആപ്ലിക്കേഷനായും വെബ്സൈറ്റായും ഉപയോഗിക്കാവുന്നതാണ്. EPFOയുടെ വിവിധ സർവീസുകൾ, ടാക്സ് പേയ്മെന്റ് സർവീസസ്, പാസ്പോർട്ട് സേവ, പെൻഷൻ സർവീസസ്, ഡിജി ലോക്കർ, ആധാർ കാർഡ് സർവീസസ്, ESIC സർവീസസ് എന്നിങ്ങനെ ഒരുപാട് സേവനങ്ങൾ ഇതിൽ ലഭ്യമാണ്. നമ്മളിൽ കൂടുതൽ പേരും മൊബൈൽ യൂസേഴ്സ് ആയത് കാരണം ഒരു മൊബൈലിലൂടെ ഈ സേവനങ്ങളൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി ഉമംഗ് എന്ന ടൈപ്പ് ചെയ്യുക. അതിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇനി ഉമംഗ് ആപ്ലിക്കേഷനിലോട്ട് രജിസ്റ്റർ ആണ് ചെയ്യേണ്ടത്. അതിനായി രജിസ്റ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ ഫോൺ നമ്പറും സ്റ്റേറ്റും കൊടുക്കുക. ചെക്ക് മാർക്കിൽ ടിക്ക് ചെയ്യുക. ആധാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുന്നതാവും നല്ലത്. രജിസ്റ്റർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ അലൗ ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു 6 ഡിജിറ്റുള്ള MPIN സെറ്റ് ചെയ്യാൻ പറയും. ഓർമ്മയിലിരിക്കുന്ന ഒരു 6 ഡിജിറ്റ് പിൻ നമ്പർ കൊടുക്കുക. ഇനി ഉമംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഈ പിൻ നമ്പർ ചോദിക്കുന്നത് കാരണം പിൻ നമ്പർ മറക്കാതെ സൂക്ഷിച്ചു വയ്ക്കുക. ഇനി വലത് സൈഡിൽ മുകളിലായി കാണുന്ന പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ 1 ഔട്ട് ഓഫ് 10 ആണ് സ്കോർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനെ 10 ഔട്ട് ഓഫ് 10 ആക്കേണ്ടതാണ്. അതിനായി എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പ്രൊഫൈൽ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ഇമെയിൽ അഡ്രസ് എന്നിങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് ഫില്ല് ചെയ്തതിന് ശേഷം ഈ സ്കോർ 10 ഔട്ട് ഓഫ് 10 ആവുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷനിലുള്ള സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെട്ടെന്നൊരു അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന സർവീസുകളാണ് ക്വിക്ക് സർവീസസ് എന്ന മെനുവിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലൂടെ മെഡിസിൻ സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റൽ സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ഹോസ്പിറ്റൽ എന്ന മെനു ഉപയോഗിക്കാം. അതുപോലെ എമർജൻസി സർവീസിലൂടെ നിയർ ബൈ പോലീസ് സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യാനും ചൈൽഡ് ഹെൽപ്പ് ലൈൻ, വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ എടുക്കാനും കഴിയുന്നതാണ്. ട്രാവൽ എന്ന ഓപ്ഷനിലൂടെ ഇന്ത്യൻ റെയിൽവേയുടെ സർവീസസുകൾ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. യൂട്ടിലിറ്റി സർവീസിലൂടെ LPG ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് ചെയ്യാവുന്നതും അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും കഴിയുന്നതുമാണ്. എസൻഷ്യൽ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് എന്ന ഓപ്ഷനിൽ പല പല ഡിപ്പാർട്ട്മെന്റിൻ്റെയും ഓഫീസ് നമ്പേഴ്സും കോൾ സെൻറ്റർ നമ്പേഴ്സുമാണ് ഉള്ളത്. ഇനി രണ്ടാമത്തെ സർവീസസ് മെനുവിൽ എന്താണെന്ന് നോക്കാം. ഈ മെനുവിൽ പല പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സർവീസ് ഏത് കാറ്റഗറിയാണെന്ന് അറിയാമെങ്കിൽ ആ കാറ്റഗറി ക്ലിക്ക് ചെയ്ത് സർവീസസ് നോക്കാവുന്നതാണ്. ഫാർമേഴ്സ് റിലേറ്റഡ് സർവീസസ് ആണ് ആദ്യത്തെ കാറ്റഗറി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളിൽ പലരും അന്വേഷിക്കാറുള്ള EPFO എന്ന സർവീസ് സോഷ്യൽ സെക്യൂരിറ്റി കാറ്റഗറിയിലാണ് ഉള്ളത്. EPFO ക്ലിക്ക് ചെയ്ത് അതിനകത്തുള്ള സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് വ്യൂ പാസ്ബുക്ക്, PF ക്ലെയിം, ക്ലെയിം ട്രാക്കിംഗ്, പെൻഷൻ സർവീസസ്, PPO സർവീസസ് എന്നല്ല, നമുക്ക് എന്തെങ്കിലും ഇഷ്യൂവോ പരാതിയോ ഉണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോർട്ടലും ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ആ പരാതി കൊടുത്തതിന് ശേഷം പരാതി ട്രാക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഇവിടെ തന്നെ ഉള്ളതാണ്. ഇനി ഒരു പരാതി എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്നൊക്കെയുള്ള ഒരു വീഡിയോ പ്രത്യേകിച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ESIC സർവീസസ്, ജീവൻ പ്രമാൺ സർവീസ് എന്നിങ്ങനെ പല സർവീസുകളും ഇവിടെ ലഭ്യമാണ്. എഡ്യൂക്കേഷൻ റിലേറ്റഡ് സർവീസസ്, എഡ്യൂക്കേഷൻ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന മെനുവിൽ നോക്കാവുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു സർവീസ് സെർച്ച് ചെയ്യണമെങ്കിൽ ഈ സെർച്ച് ബാറിൽ വന്ന് ആ സർവീസിന്റെ പേര് ടൈപ്പ് ചെയ്താൽ മതിയാവും. ആധാർ എന്ന് ടൈപ്പ് ചെയ്താൽ ആധാർ സംബന്ധമായ സേവനങ്ങളൊക്കെ കാണാവുന്നതാണ്. അതുപോലെ ഇന്ത്യൻ റെയിൽവേസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ റെയിൽവേസ് സംബന്ധിതമായ എല്ലാ സർവീസുകളും കാണാനും ഉപയോഗിക്കാനും പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു സീറ്റ് അല്ലെങ്കിൽ ബർത്ത് അവൈലബിലിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ഫ്രം സ്റ്റേഷനും ടു സ്റ്റേഷനും കൊടുത്ത് ഡേറ്റും കൊടുത്തു കഴിഞ്ഞാൽ സീറ്റ് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ലൈവ് ട്രെയിൻ സ്റ്റാറ്റസ്, PNR സ്റ്റാറ്റസ് എന്നിങ്ങനെയുള്ള സർവീസസും ഇതിലൂടെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മൂന്നാമത്തെ മെനു ആണ് ഡിജി ലോക്കർ. ഡിജി ലോക്കർ എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു പ്രത്യേക വീഡിയോ ചെയ്യുന്നുണ്ട്. ആൾറെഡി ഡിജി ലോക്കർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുത്ത് ഡിജി ലോക്കർ സേവനങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതായത് ഡിജി ലോക്കറിലൂടെ നമ്മുടെ ഡോക്യുമെന്റ്സ്, അത് ഏതായാലും ആധാർ ആയാലും പാൻ കാർഡ് ആയാലും സർട്ടിഫിക്കറ്റ്സ് ആയാലും എല്ലാം ഓൺലൈൻ ഡോക്യുമെന്റ്സ് ഇവിടെ തന്നെ കാണാനും ഉപയോഗിക്കാനും കഴിയുന്നതാണ്. അപ്പോൾ വീഡിയോ അധികം നീട്ടുന്നില്ല. ഇതിലെ ഓരോ സേവനങ്ങളെ പറ്റിയുമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പുറകെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ സർവീസിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഒരു പുതിയ നോളജിനെ പറ്റിയുള്ള അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, ജയ് ഹിന്ദ്.